നമസ്കാരം. അങ്ങനെ ചൂട് പിടിച്ചു കിടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് ചിലരുടെ അസാന്നിധ്യം വളരെയധികം ശ്രദ്ധേയമാവും. നിലമ്പൂരിൽ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂർ പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ്, വളരെ പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ UDF തന്നെ അവകാശപ്പെടുന്നത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അതായത് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ, ഒരു പൊതുതെരഞ്ഞെടുപ്പും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയിലാണ് സത്യത്തിൽ നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് എന്ന് UDF തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ പലരുടെയും അസാന്നിധ്യം എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെ അവിടുത്തെ കോൺഗ്രസിന്റെ UDF കൺവെൻഷനിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അല്ലെങ്കിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിലോ കോൺഗ്രസിലെ പല നേതാക്കളും അതൃപ്തരാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൺവെൻഷനിൽ അവരുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസ് ഇപ്പോഴും ഒരു ചട്ടക്കൂടിനകത്തല്ല. കോൺഗ്രസ് ഇപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന കുറേയധികം നേതാക്കന്മാരുടെ പാർട്ടി മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കെ മുരളീധരൻ പറഞ്ഞിരുന്നു, ഞാൻ 6-ാം തീയതി മുതൽ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി കെ മുരളീധരന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. ബാക്കി ആരും ഇക്കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എവിടെയായിരുന്നു രമേശ് ചെന്നിത്തല? എവിടെയായിരുന്നു കെ സുധാകരൻ? എവിടെയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ? അപ്പൊ ഇങ്ങനെ എവിടെയായിരുന്നു VM സുധീരൻ? അപ്പൊ ഇങ്ങനെ തുടങ്ങിയ കുറെ നേതാക്കന്മാർ എവിടെ പോയി എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇവരെന്തുകൊണ്ട്, അതായത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ഈ പറഞ്ഞവരെല്ലാവരും തന്നെ. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വഹിക്കേണ്ടതായിട്ടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ വിജയമാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഒരു പാർട്ടി മത്സരിക്കാൻ ഇറങ്ങുന്നു, അടുത്ത വരാൻ പോകുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കാൻ പോകുന്ന ഒരു മത്സരം, അത് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവിടെ ഇറങ്ങിയില്ല. നമുക്കറിയാം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വലിയ തോതിലൊരു വിജയം കരസ്ഥമാക്കിയപ്പോൾ അന്ന് മൈക്ക് വെച്ച് തള്ളിയ സമയത്ത്, അതിനുശേഷം മൈക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും അവർ തമ്മിൽ തർക്കമാവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനുള്ള ന്യായീകരണമായിരുന്നു അതിനകത്ത് രസമെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരുന്നു പോയി. ഈ വിജയത്തിന്റെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അത്രേ. അതായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് VD സതീശനാണ് എന്ന് താൻ പറയും എന്ന് കെ സുധാകരൻ പറയുമെന്ന് VD സതീശൻ അറിയാമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ആ ക്രെഡിറ്റ് കെ സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ മൈക്ക് നീക്കിവെച്ചത് എന്ന് പറയുന്ന രസകരമായ ഒരു സംഭവം ഉണ്ടായി. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത് ഈ രീതി പറഞ്ഞ് നമ്മളെ പൊട്ടന്മാരാക്കുന്ന സമീപനമായിരുന്നു അന്ന് VD സതീശൻ സ്വീകരിച്ചത്, അല്ലേ? നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ നടന്ന അതല്ല. അവിടെ എന്ത് ക്രെഡിറ്റ് ആണ് സത്യത്തിൽ? ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവ് മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകന് അവിടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ തന്നെ അല്ലേ അവിടുത്തെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ചാണ്ടി ഉമ്മനെ കാണുക. അപ്പം അതേ രീതിയിൽ അതിനൊരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയമായ ഒരു വലിയ പ്രാധാന്യമൊന്നും ആ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജനകീയ നേതാവിന്റെ ഒരു വലിയ പ്രഭാവം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രഭാവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും സത്യത്തിൽ നടത്തിയത് KPCC ആണ് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അല്ലെ UDF നേരിട്ട് തന്നെ ചെയ്തതാണ് നമുക്കറിയാം. കാര്യം തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിന്റെ എയർപോർട്ടിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹവും കൊണ്ട് ആ പുതുപ്പള്ളിയിലേക്കുള്ള ആ വിലാപ യാത്ര തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. പുതുപ്പള്ളി ഹൗസിൽ നിന്നുള്ള വിലാപയാത്ര അത് നമുക്കറിയാവുന്നതാണ്. അത് എത്രത്തോളം വിശാലമാക്കാമോ അത്രത്തോളം വിശാലമാക്കുകയും വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊരു പാർട്ടി തീരുമാനം തന്നെയായിരുന്നു, അതൊരു അജണ്ട തന്നെയായിരുന്നു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്തത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം കണ്ടത്. പലയിടത്തും അത് വൈകിപ്പിക്കാൻ അവിടുത്തെ മണ്ഡലം കമ്മിറ്റിക്ക് വരെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഒരു വലിയ സഹതാപതരംഗം ഉണ്ടാക്കിക്കൊണ്ട് പുതുപ്പള്ളി സീറ്റ് പിടിച്ചെടുക്കുന്നതായിരുന്നു കോൺഗ്രസ് അന്ന് ചെയ്ത തന്ത്രം. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു തന്ത്രവും അങ്ങനെ ഒരു നീക്കവും നടത്താൻ കഴിയാത്ത വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂര്.
കാരണം മറ്റൊന്നുമല്ല, അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നതിൽ നമുക്കറിയാവുന്ന പോലെ ഒന്ന് ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബത്തിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഷൗക്കത്ത്. ആ ഷൗക്കത്ത് അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ നമ്മൾ പലരും ഈ പറയുന്ന ലീഗുകാർ പൊതുവെ കാണുന്ന അതൊരു ആത്മീയ കുടുംബമായിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്ത് ഈ പറയുന്ന റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞ ഒരാളായ ഷൗക്കത്തുള്ളപ്പോൾ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യമുണ്ട്. അവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കേണ്ടത് UDFന്റെ ശക്തമായ ഒരു ആവശ്യമാണ്. അത് UDF എന്ന് പറയുന്ന സംഘടനാ മുന്നണി സംവിധാനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ പ്രവർത്തകരുടെയും അവരുടെ കൈ മെയ് മറന്നുള്ള ഒരു പ്രവർത്തനം അവിടെ ആവശ്യമാണ്. ഒരു വിടുവായത്തത്തിന്റെ പുറത്ത് വന്നു ചാടിയ ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി. എം സ്വരാജിനെ തള്ളിക്കളയാൻ കഴിയുമോ? അദ്ദേഹം നിലമ്പൂരുകാരനാണ്. നിലമ്പൂരുകാരെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന, നിലമ്പൂരിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവാണ്. ആര്യാടൻ ഷൗക്കത്തിനെ ഒരു തട്ടിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ ഒരു പടി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവാണ് എം സ്വരാജ് എന്ന് പറയേണ്ടി വരും, അത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അങ്ങനെ ഒരു LDF സ്ഥാനാർത്ഥി, ശക്തനായ ഒരു LDF സ്ഥാനാർത്ഥിയും കൂടെ അവിടെ മത്സരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ LDFിൽ നിന്ന് പിണങ്ങി UDFിലേക്ക് എത്തി, UDFിൽ നിന്നും പിണങ്ങി ഒടുവിൽ സ്വതന്ത്രനായിട്ടല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി മത്സരിക്കാൻ ഒരുങ്ങുന്ന PV അൻവർ എന്ന് പറയുന്ന മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നു. അതോടൊപ്പം ഇതുവരെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്രിസ്തീയ വോട്ടുകളിലടക്കം വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ള മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരു നിലമ്പൂരുകാരനായ ഒരു കേരള കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി വന്ന ഒരു നേതാവ് BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ അതോടൊപ്പം SDPI മത്സരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ ഒരു വലിയ മത്സരത്തിന്റെ വേദിയാണ് അവിടെ ഒരുങ്ങുന്നത്. ആ വേദി ഒരുങ്ങുന്ന സാഹചര്യത്തിൽ UDF നടത്തിയ ഒരു കൺവെൻഷനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറച്ചധികം നേതാക്കന്മാരെ കാണുന്നില്ല. കെ സുധാകരൻ, ആവശ്യമല്ലേ കെ സുധാകരന്റെ സാന്നിധ്യം? കെ സുധാകരൻ എന്തുകൊണ്ടാണ് വരാതിരുന്നത്? കെ സുധാകരനെ ആ ഭാഗത്ത് കണ്ടില്ല. നമുക്കറിയാം, കെ സുധാകരൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ VD സതീശനുമായി എതിർപ്പിലാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല, അതിന് മുൻപ് തന്നെ തുടങ്ങി ഇവരുടെ ശത്രുത. VD സതീശൻ എന്ന് പറയുന്ന ഒരാളോട് ശക്തമായ എതിർപ്പിലാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന PV അൻവറിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള തീരുമാനങ്ങൾ മുഴുവൻ VD സതീശൻ ഒറ്റയ്ക്കെടുത്തതാണെന്നും പാർട്ടി നേതൃത്വവുമായി ഒരു ഘട്ടത്തിൽ പോലും ആലോചന നടത്തിയിട്ടില്ല എന്നും പറഞ്ഞ ഒരാളാണ് കെ സുധാകരൻ എന്ന് നമുക്കറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം VD സതീശനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് കെ സുധാകരൻ. എന്നിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നിട്ട് ഇപ്പൊ എവിടെയാണ് UDF കൺവെൻഷനിൽ വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ VD സതീശനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ രീതിയിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞതിന് ഹൈക്കമാൻഡ് ഈ നേതൃമാറ്റത്തിന് വരെ തയ്യാറെടുത്ത് എന്ന് അഡമന്റായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് കെ സുധാകരൻ. അപ്പൊ അതുകൊണ്ട് സുധാകരൻ വരില്ല. സുധാകരൻ വരാതിരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അപ്പോഴും അവിടെ ഭിന്നിപ്പുണ്ട്. ഇനി രമേശ് ചെന്നിത്തല എവിടെയാണ്? രമേശ് ചെന്നിത്തലയ്ക്കും വരാൻ കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരുപാട് ചർച്ചകൾ വന്ന മറ്റൊരു വിഷയമാണ് PV അൻവറിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. PV അൻവറിനെ ഈ രീതിയിലേക്ക് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ കോൺഗ്രസ് നേതാവിന്റെ തലയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അതിൽ പക്ഷേ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ആയിക്കൂടാ? കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ശത്രു CPM-ഓ LDF-ഓ അല്ല, അത് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയുള്ള മറ്റു ചില നേതാക്കന്മാരാണ്. VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാരാണ്. കാരണം രമേശ് ചെന്നിത്തല ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പിന്നിൽ VD സതീശൻ ഉണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തറഞ്ഞു പോയിട്ടുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണയും രമേശ് ചെന്നിത്തല തന്നെ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവായനെ തുടർന്ന് 2026 മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അപ്പൊ ഈ തന്റെ രണ്ട് സാധ്യതകളെയാണ് അവിടെ ഇല്ലാതാക്കിയത്. അപ്പൊ അങ്ങനെ ഇല്ലാതാക്കിയ സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കും അക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല അവിടെ. കാരണം എന്താണ്? ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ VD സതീശൻ ഒറ്റയ്ക്കെടുത്ത ചങ്കൂറ്റത്തോടു കൂടി എടുത്ത ഒരു തീരുമാനം ശരിയാണെന്ന് വരികയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ. കാരണം PV അൻവറിനെ ഒഴിവാക്കുന്നു, ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തുന്നു. PV അൻവർ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ ഈ ക്രെഡിറ്റ് ശരിക്കും ആരുടെ കയ്യിലേക്കാണ് പോവുക? VD സതീശന്റെ കയ്യിലേക്ക് തന്നെ പോവും. VD സതീശൻ തന്നെയാണ് ശരി എന്ന് നാളെ കോൺഗ്രസ്സുകാർ തന്നെ പറയും. അപ്പോ അതുണ്ടാകാൻ പാടുണ്ടോ? അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തോക്കണം. ആര്യാടൻ ഷൗക്കത്ത് തോറ്റാലേ VD സതീശനുള്ള ചീട്ട് എഴുതാൻ പറ്റൂ. അത് തന്നെയാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കളെല്ലാം ചിന്തിക്കുന്നത് തന്നെയാണ്. VD സതീശൻ സത്യത്തിൽ ബാക്കി പാർട്ടിക്കാരുടെ എല്ലാം കണ്ണിലെ കരടാണ്.
ഇപ്പൊ ഈ പറയുന്ന പോലെ PV അൻവറിന്റെ കണ്ണിലെ കരടായി, കെ സുധാകരന്റെ, രമേശ് ചെന്നിത്തലയുടെ, ഇനിയിപ്പം VM സുധീരനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നു. VM സുധീരനെയൊക്കെ കറിവേപ്പില എടുത്ത് കളയുന്ന ലാഘവത്തോടു കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയിലും ഈ പുതിയ തലമുറക്കാരെടുത്ത് ദൂരെ കളഞ്ഞത്. അതുകൊണ്ട് VM സുധീരൻ വരില്ല. VM സുധീരനൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് സ്വന്തം കസേര തെറിച്ചത് വളരെ വിഷമത്തോടു കൂടി നോക്കിയിരിക്കേണ്ടി വന്ന ഗതികെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഒരുപാട് മണ്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഈ പറയുന്ന കോവിഡ് സമയത്ത് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും ഒക്കെ വിളിച്ച് പരിഹസിച്ച ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അന്നൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തോട് പുച്ഛമൊക്കെ തന്നെയായിരുന്നു. കോൺഗ്രസ്സുകാർ പക്ഷെ അതിനെയൊക്കെ എടുത്ത് വാഴ്ത്തിയിരുന്നു ആ പ്രയോഗങ്ങളെയൊക്കെ. ഏറ്റവും അവസാനം വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഫാദർലെസ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വരെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന് നേതൃത്വത്തോടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരോടോ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആര്യടൻ ഷൗക്കത്തിന്റെ ജയമൊന്നും അവർ ആഗ്രഹിക്കുന്ന പോലുമില്ല. കാരണം എന്താ, ഇത് ജയിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നേതാക്കന്മാരിൽ ഇപ്പൊ കെ മുരളീധരനാണെങ്കിൽ തന്നെ ഇപ്പൊ 6-ാം തീയതി മുതൽ വരുമെന്ന് പറയുന്നു. വന്നെന്ന് നമുക്ക് വിശ്വസിക്കാം. വന്നു, അത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇവരൊക്കെ സത്യത്തിൽ കേരളത്തിന്റെ വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭാവിയിൽ തങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരും. തങ്ങൾക്കൊക്കെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഈ പറയുന്ന ശ്രേണിയിൽ വരുന്ന എല്ലാവരുടെയും ഗുണം എന്താണ്? എല്ലാവരും ചിന്തിക്കുന്നത് ഇവർക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇവർ കുറച്ചു പേരം ഒതുങ്ങി കഴിയുമ്പോൾ പ്രധാന പോരാട്ടം ഈ പറയുന്ന KC വേണുഗോപാലും VD സതീശനും തമ്മിലാവും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. ഇപ്പൊ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉറപ്പായിരുന്ന ഒരു സീറ്റ്, ഒരു MP സ്ഥാനം എടുത്തുകൊണ്ട് നേരെ BJPക്ക് കൊടുത്തിട്ട് കേരളത്തിൽ വന്ന് മത്സരിച്ചതാണ് അദ്ദേഹം. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു MP സ്ഥാനം എടുത്ത് BJPക്ക് കൊടുത്തിട്ട് അവിടെ നേരെ കേരളത്തിൽ വന്ന് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം MP ആയി. എന്താണ് കാരണം? അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന് സീറ്റ് പിടിക്കണം. തുടർന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഈ ഏറെക്കാലം ഉണ്ടാവണം. മറ്റേത് രാഹുൽ ഗാന്ധിയുടെ പെട്ടിയും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പണി മാത്രമായിരുന്നു KC വേണുഗോപാൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം KC വേണുഗോപാൽ കേരളത്തിലേക്ക് ഇറങ്ങി. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പൊ നമുക്കറിയാം, തീരപ്രദേശങ്ങളിൽ പോയിരുന്നിട്ട് മീൻകറിയും ചീനിയും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം കാരണം അത് തീരദേശവാസികൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം, ആശ്വസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ താനൊരു വലിയ രാഷ്ട്രീയ നേതാവാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നിട്ട് പതിയെ കേരളത്തിന്റെ ഭരണ സംവിധാനം തന്റെ കയ്യിലേക്ക് എത്തിക്കുക, അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് KC ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കാര്യക്ഷമമായ ഒരു ഇടപെടൽ KCയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അല്ല, ഇതിനു മുമ്പ് ചീഞ്ഞു നാറി കിടന്നിട്ട് പോലും KC തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഭാഗത്ത്. ഇത്തവണ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത 2026 കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. പിന്നെ രണ്ടാമത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരാരും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ, ഇപ്പൊ കെ സുധാകരന് മനസ്സിലായി, കെ സുധാകരൻ അപ്രസക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്രസക്തനാണ് കേരളത്തിലെ കോൺഗ്രസിൽ. ഇനി അങ്ങനെ ഒരു നേതാവിനെ ഇനിയും തിരിച്ചവർ കൊണ്ടുവരില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും VM സുധീരന്റെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ മറ്റൊന്നല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ചിലപ്പോൾ വീണ്ടും ഒരു തവണ കൂടെ MLA ആവുമായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി ഇനിയും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തുനിന്നിരിക്കും. അതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ കാര്യം തീരും. അല്ലാതെ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം രമേശ് ചെന്നിത്തലയ്ക്ക് ജീവിതകാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ഈ നിലവിലത്തെ അവസ്ഥ തുടരുകയാണെങ്കിൽ. പിന്നെ അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലെ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വന്നില്ലല്ലോ. അദ്ദേഹം നമ്മൾ ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയി എന്ന് നമുക്കറിയാം. അപ്പം അദ്ദേഹം പോയെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഹജ്ജിന് പോയിരുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല? അവർക്കറിയാം. കാരണം എന്താണ്? അവരുടെ കുടുംബത്ത് കയറി റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആളിറങ്ങുമെന്നാണോ വിചാരിച്ചു വെച്ചിരുന്നത്? അതും കാരണമുണ്ട്. അവിടെ കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാലും കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാത്തതിലും അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതിലുമുള്ള ദുഃഖമുണ്ട്. അപ്പൊ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ UDF കൺവെൻഷനിൽ നടക്കുന്ന ചില നാടകങ്ങൾ. അതിനൊക്കെ വ്യക്തമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ പറയുന്ന പോലെ UDFിലെ പല മുതിർന്ന നേതാക്കന്മാർ മാറി നിൽക്കുക, അവരൊക്കെ വരാതിരിക്കുക. അത് പൊതുവിൽ VD സതീശനോടുള്ള VD സതീശൻ ശരിക്കും കോർണർ ചെയ്യപ്പെട്ടു.
പാർശ്വവൽക്കരിക്കപ്പെടുക എന്ന് പറയും. വി ഡി സതീശനെ ഒതുക്കാനുള്ള എല്ലാ വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശന്റെ ദിനം എണ്ണി തുടങ്ങി. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ചരട് വലിക്കും. ആര് ചരട് വലിക്കും? നമുക്കറിയാം ഇതിനകത്ത് അഗ്രഗണ്യനായി നിൽക്കുന്ന ഒരാളുണ്ട്, കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ കൃത്യമായി ചരട് വലിക്കും. കൃത്യമായി ചരട് വലിച്ചാൽ ആ പട്ടം പറന്ന് കൃത്യമായി കെ സി വേണുഗോപാലിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇനിയിപ്പോ ബാക്കിയുള്ളവരെല്ലാം ഒതുക്കി. നമ്മൾ നോക്കിയേ, രമേശ് ചെന്നിത്തലയെ ഒതുക്കി, കെ സുധാകരനെ ഒതുക്കി, മുല്ലപ്പള്ളിയെ ഒതുക്കി, കെ മുരളീധരനെ ഇനി ഒതുക്കും. അപ്പൊ ഇവരെല്ലാം ഒതുക്കി ഒരു വശത്താക്കി കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാൽ. ഇനിയും കെ സി വേണുഗോപാലിന്റെ മുന്നിലുള്ള ഒരേ ഒരു ശത്രുവുണ്ട്, ആ ശത്രുവാണ് വി ഡി സതീശൻ. കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഞാനാകാം എന്ന് പറയാൻ സാധ്യതയുള്ള ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് വി ഡി സതീശൻ. അങ്ങനെ വരുമ്പോൾ വി ഡി സതീശനെ ഒതുക്കാന്നുള്ള കെ സിയുടെ ലക്ഷ്യമാകും. ഇപ്പൊ തോളക്കൈയിട്ടുണ്ട് നടക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത വരട്ടെ. ആ സാധ്യത വരുന്നതോടുകൂടി വി ഡി സതീശനും കെ സിയും തമ്മിൽ വീണ്ടും തെറ്റാൻ തുടങ്ങും. ഇതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇനി വളരെ അടുത്ത ഭാവിയിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം.